കർത്താവേ, നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യതയില്ലാത്തവരായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത സിയായില് മോശ പ്രാർത്ഥിച്ചപ്പോൾ മോശയുടെ മുഖമൊക്കെ പ്രകാശിതമായി മാറി. മോശയുടെ മുഖത്തേക്ക് നോക്കിയവരും പ്രകാശിച്ചു. സങ്കീർത്തന പുസ്തകം പറയാം, അവരെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യരക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഇതാ നമുക്ക് വേണ്ടി മനോഹരമായി പരിശുദ്ധാത്മാവിനെ മാറാൻ ഒരു ഹൃദയ ഐക്യമുള്ള സഹോദരനെ ഈശോ നമുക്ക് തന്നു. നല്ലൊരു വിഭാജിച്ച് ഇന്ത്യയുടെ ജീസസ് അസിസ്റ്റ് കോർഡിനേറ്റർ HDFC ബാങ്കിൽ ഞാൻ മാത്രം മാധ്യമ സ്വർഗത്തിൽ കൊണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് മക്കൾ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ദൈവകരുണയുടെ മാറി നിന്നെങ്കിലും ദൈവമായിട്ട് പരിശുദ്ധാത്മയായിട്ട് ഇപ്പൊ ഒരാളെ കൊടുക്കുന്നുണ്ട്. പേര് മേഴ്സി കരുണ അല്ലെ? നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മേഴ്സി എന്ന് പ്രാർത്ഥിക്കുന്നത്. സ്വർഗത്തിൽ വെച്ച് മേഴ്സിയും ഭൂമിയിൽ മേഴ്സിയും ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ക്ഷണം സ്വീകരിച്ചോ? നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിക്കില്ലേ? അപ്പൊ ഇന്ന് പരിശുദ്ധ അമ്മയെ വിശുദ്ധ അമ്മമാരോട് ഇരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിഷയത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. ഇതൊരു ഒഴിഞ്ഞായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ വചനം. ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കിനിൽ നിറവേറട്ടെ. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്റെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളോട് എടുക്കുക, നോട്ട്ബുക്കും പേനോട് എഴുതിയിരിക്കുക. ലൂക്കോസ് 48 വളരെ പറയാം. വിശുദ്ധ കുരിശിന്റെ പ്രാർത്ഥന പറയാം. ഇതാ ഈശോയുടെ വിശുദ്ധ കുരിശിന് നമ്മുടെ ബുദ്ധിയെ, അകത്തെ ഹൃദയത്തെ മുദ്ര ചെയ്യുകയാണ് വിശുദ്ധ കുരിശിലൂടെ ചെയ്യുന്നത്. കുരിശിലൂടെ ദൈവം നമുക്ക് രക്ഷ നേടുന്നു. നമ്മുടെ ബുദ്ധി കൊണ്ട്, ഹൃദയം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് പാപത്തിന് അടിമപ്പെടാതിരിക്കാൻ നമ്മുടെ ഇതുപോലെ ശുശ്രൂഷ തുടങ്ങി, സൗഖ്യത്തിന്റെ കൊടുങ്കാശ് വീഴ്ത്തുന്നു. ഈശോ മെസ്സേജ് പറയാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു മക്കളെ, 35 പേരാണ് ആദ്യത്തെ ഈ സെക്ഷനിൽ സൗഖ്യപ്പെട്ടത്. രണ്ടാമത് 30ഓളം പേര് അതേ ക്ലാസ്സിൽ, മൂന്നാമത് 17ഓളം പേര്. 1.25 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒട്ടനവധി സാക്ഷികൾ വന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ഹൗസിംഗിരുന്നു. മരത്തിൽ വീണ 8 വർഷമായിട്ട് വളരാത്ത കമ്പീട്ട വടി കുത്തിപ്പിടിച്ച് വളർന്ന ചേട്ടനോട് വടി മാറ്റി തുള്ളിച്ചാടാൻ പറഞ്ഞു. ആ ചേട്ടൻ തുള്ളിച്ചാടി ഓടി. ക്ലാസ് തുടങ്ങിയപ്പോ ആ വടി കുത്തിപ്പിടിച്ച് വന്ന ചേട്ടൻ 2 വടി ഉയർത്തിപ്പിടിച്ച് ഓടി വരാൻ പറഞ്ഞു. ആ തലയിൽ ഓടി കയറി വടിയിട്ടു. 3 പ്രാവശ്യം മുമ്പിട്ടെടുത്തു. മുട്ടുകുത്തി കർത്താവിനെ നോക്കപ്പെട്ട് കൈയടിച്ച് താമസിച്ച് വന്നിട്ടുള്ളവര് ആരുമില്ല. ഒരാൾ വന്നിട്ടില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇത് വരുമ്പോ കാണാതെ അമ്പല്ലൂര് ദേവയുടെ സഹോദരി ജോർജ് ഇഞ്ചാക്കൂടല്ലേ? അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ 2 കൈ മരം ഒളിയിൽ നിന്ന് വീണിട്ട് ഇവിടെ വരെ പ്ലാസ്റ്റർ ഇട്ടു. കഴുത്തിൽ കോളറ്, അനങ്ങാൻ പറ്റില്ല. 12 ലക്ഷം ഓപ്പറേഷൻ പറഞ്ഞത് അപ്പോളോ ഹോസ്പിറ്റലില് അദ്ദേഹം ദിലീപാണ്ട് വന്നു. ആദ്യ ദിവസം കൗൺസിലിംഗിന് മെസ്സേജ് കൊടുത്ത് പ്രാർത്ഥിച്ചു. ഈശോ നമ്മൾ കൈ ഉയർത്താൻ പറഞ്ഞു. 12 ലക്ഷം ഓപ്പറേഷൻ പറഞ്ഞ അനങ്ങാൻ പറ്റാത്ത ഇവിടെ നിന്ന് ഇവിടെ വരെ കൈ പ്ലാസ്റ്റർ ഇട്ട മനുഷ്യൻ ഇതാ ഇന്ന് വരെ ഉയർത്തി. രണ്ടാമത്തെ പ്രസ്താവം അവരോട് പറഞ്ഞു, കൈ ഉയർപ്പിച്ച് വീശാൻ പറഞ്ഞു. 2 ഉയർത്തി വീശി. അപ്പോൾ ഡോക്ടറെ കാണിച്ചു. എന്തൊക്കെ മുന്നേ ചെയ്ത് അതിന്റെ സ്കാനിങ്ങളും പഴയ സ്കാനിങ്ങളും അത് തെരഞ്ഞെടുപ്പില്ല. ഇവിടെ എന്തിന്റെ ചെറിയ കുഴപ്പമുണ്ട്, പക്ഷെ അത് ഓപ്പറേഷൻ വേണ്ട. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, 3 ധ്യാനം അടുപ്പിച്ച് അവിടെ കൂടണം. 6 മാസം ശുശ്രൂഷ ചെയ്യണം. ഏകദേശം 11 മാസം ഭാര്യയും ഭർത്താവും എല്ലാ ധ്യാനത്തിലും ശുശ്രൂഷയുണ്ട്. ഇന്ന് വാർത്ത പിടിക്കുക. അനങ്ങാത്ത 2 കൈ കൊണ്ട് പോക്കറ്റ് കൂട്ടാനോ വലിക്കാനോ ഇഷ്ടിയെടുത്ത് കൊടുക്കാനോ പഠിച്ചിരുന്നു. സോണി കുറ്റിക്കാട്
കിട്ടിയെന്നുള്ളത് കഴിയും. അവർ ക്ഷമിച്ചാൽ കിട്ടോ, ക്ഷമിച്ചില്ലെങ്കിലോ കിട്ടില്ല. അവർ ക്ഷമ ചോദിക്കാൻ കഴിയുമ്പോ കാട്ടിയപ്പോൾ കിട്ടി, ക്ഷമിക്കാനുള്ള ഹൃദയവശാലം കിട്ടിയപ്പോ ജോലി സൗകര്യം നഷ്ടപ്പെട്ടത് ഏഴ്. അപ്പൊ പാപത്തിന് പരിഹാരമുണ്ടോ? ഉണ്ടോ? പരിഹാരമുണ്ടോ? പാപത്തിന് പരിഹാരമുണ്ടോ? ഇത് അഞ്ച് അറിയില്ല. ഞാനും 16 പറയുന്നു, കർത്താവേ, വരുന്നോ ഏതൊരു മോശമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമാണ്. എങ്ങനെ സൗഖ്യം കിട്ടുന്നത്? വചനം എന്താണ്? വചനം എന്താണ്? ദൈവമേ, കൊടുത്ത ബുദ്ധിമുട്ടിക്കണേ. വചനം ദൈവമാണ്. ക്രിസ്ത്യാനികളല്ലേ? യോഹന്നാന്റെ സുവിശേഷം ആദ്യം വചനമുണ്ടായിരുന്നില്ലേ? വചനം ദൈവത്തോട് കൂടിയായിരുന്നേ. വചനം മാംസം ധരിച്ചില്ലേ? അപ്പൊ വചനം എന്താണ്? അപ്പൊ ആരും നമ്മൾ ഏറ്റവും പറയുന്നത് വചന ഔഷധമാണ്, സൗഖ്യമാണ്, അല്ലേ? ആണോ? 10,000 നമുക്കറിയാം. പിശാച് പരീക്ഷിക്കുമ്പോൾ ഈശോ വചനം കൊണ്ട് പിശാചുകളെ പുറത്താക്കി. ശരിയല്ലേ? നിങ്ങൾക്ക് എപ്പോഴും വചനം വായിച്ചിട്ട് കേട്ടിട്ട് മതിച്ചിട്ടുണ്ടോ? ഹൃദയത്തിൽ ആനന്ദ അമൃതമായിട്ടുണ്ടോ? അവർ വചനമായി മുടക്കില്ല. അവർ വചനം ഭക്ഷിക്കും, അവർ വചനം ജീവിക്കും, അവർ വചനം പ്രഘോഷിക്കും. പ്രതിസന്ധികളിൽ അവർ വചനത്തിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. 5 വചനം സൗഖ്യം നൽകുന്നു എങ്കിൽ ദൈവകൃപ നിറഞ്ഞവരെ സ്തുതി എന്ന വചനം തന്നെയായ നന്മ നിറഞ്ഞവരെ സ്തുതി എന്ന പ്രാർത്ഥന നാം ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോഴും ദൈവവചനത്തിൽ ശക്തി നമ്മിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ജപമാല ചെല്ലുമ്പോൾ പിശാചുക്കൾ വിട്ടുപോകുന്നു. നമുക്ക് ശക്തിയും അഭിഷേകവും സൗഖ്യം ലഭിക്കുന്നു. ജപമാല